ബിഗ് ബോസ് ഹൗസിൽ സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോകമായിട്ട് ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാണ്. ഒരു തരത്തിൽ എക്സ്പോഷർ പാടില്ല, മീഡിയ എക്സ്പോഷർ പാടില്ല, അയാളുടെ ക്രിയേറ്റീവ് എക്സ്പോഷർ പാടില്ല. ഇപ്പോൾ നമ്മുടെ സീസൺ 2 ഗോപിക, സീസൺ 2 3 അല്ല 5 വന്ന ഗോപികക്ക് പുറം ലോകമായിട്ട് ഒരു എക്സ്പോഷർ ഇല്ല. നമ്മള് ഗോപിനെ കാണുന്ന അപ്പോഴാണ്, മനസ്സിലായി. അപ്പൊ അതിനെ നമ്മൾ കോമണർ എന്ന് പറയും. അനീഷ് എന്ന് പറഞ്ഞ നല്ല എക്സ്പോഷർ കിട്ടിയ ഒരാളാണ്, അത്യാവശ്യം റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. ക്ലിക്ക് ആവാത്തത്, അത്രയും എക്സ്പോഷർ കിട്ടിയിട്ട് ക്ലിക്ക് ആവാത്തത് ചിലപ്പോൾ അയാളുടെ ടൈമിന്റെ ഇതോ അല്ലെങ്കിൽ അയാളെ ശ്രദ്ധിക്കാത്തതോ അയാൾ ആക്സെപ്റ്റ് ചെയ്യാൻ ആ ടൈമിൽ ആളില്ലാത്തതുകൊണ്ടായിരിക്കാം. അതിനർത്ഥം അയാളൊരു എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാന്നല്ല. അപ്പോൾ കോമണർ എന്നുള്ള ടേം നമുക്കവിടെ മാറ്റി വെക്കാം. പുള്ളി എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ഇപ്പൊ പുള്ളിയുടെ പഴയ റീൽസ് ഒക്കെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട്, പഴയ വീഡിയോസ് വ്ളോഗ്സ് എല്ലാം കാണുന്നുണ്ട്. പുള്ളി ഇതൊക്കെ ചെയ്ത ഒരാളാണെന്ന് പലർക്കും മനസ്സിലായി. പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങൾ 5 വർഷമായിട്ട് ഞാൻ ബിഗ് ബോസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആൾ വെറുതെ വരില്ല. കാരണം അയാളുടെ ലൈഫ് ചിലപ്പോൾ ആ ബിഗ് ബോസ് എന്ന ഷോയാണ് അയാളുടെ ലൈഫിന്റെ ഡ്രീം, ഏറ്റവും വലിയ ഡ്രീം.